സിസ്റ്റമിക് വേട്ടയാടലും പോലീസ് സംവിധാനത്തിലെ ഒരു വിഭാഗം വെച്ചു പുലർത്തുന്ന ജാതീയ ബോധ്യങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നത് പ്രകടമായ കേസായിരുന്നു തെന്മല രാജീവിൻ്റേത്. പരാതി പറയാനെത്തിയ ദളിത് യുവാവ് രാജീവ് രസീത് ചോദിച്ചതായിരുന്നു പോലീസിനെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് സിനിമാ സ്റ്റൈൽ പകപോക്കൽ, ആദ്യം മർദ്ദനം, പിന്നെ കള്ളക്കേസിൽ കുടുക്കൽ, അങ്ങനെ തുടർന്നു പോലീസിന്റെ വേട്ടയാടലുകൾ. അധികാരം ഉപയോഗിച്ച് ഒരു മനുഷ്യനെ ശാരീരികവും മാനസികവുമായി എങ്ങനെയൊക്കെ പീഡിപ്പിക്കാമോ അതെല്ലാം നേരിട്ടു ടെമ്പോ ലോറി ഡ്രൈവറായ രാജീവ്. പക്ഷേ വിട്ടുകൊടുക്കാൻ രാജീവും തയ്യാറായിരുന്നില്ല. രാജീവ് പോരാടി. തെളിവുകൾ ഉണ്ടായിട്ടും സഹപ്രവർത്തകരെ രക്ഷിച്ചെടുക്കാൻ പോലീസ് സേനയിലെ ചിലർ കഴിവതും ശ്രമിച്ചു. റിപ്പോർട്ടുകൾ പൂഴ്ത്തിയും വ്യാജ റിപ്പോർട്ടുകൾ നൽകിയുമെല്ലാം അതിന് ശ്രമങ്ങളുണ്ടായി. എന്നാൽ ഒടുവിൽ അയാൾക്ക് ഭാഗികമായെങ്കിലും നീതി ലഭിച്ചിരിക്കുകയാണ്. പോലീസിന്റെ എല്ലാത്തരം വേട്ടയാടലുകൾക്കുമെതിരെയുള്ള ജയമാണ് രാജീവിൻ്റേത്. ഒരു എൻറ്റയർ പോലീസ് സംവിധാനത്തോടുള്ള നിരന്തര കലഹത്തിന് ശേഷമാണ് ഈ നീതി എന്നതുകൊണ്ട് തന്നെ കേരള പൊതുസമൂഹം കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതാണ് രാജീവിന്റെ നിയമ പോരാട്ടം. സിസ്റ്റം ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ വേട്ടയാടാമെന്നത് കൃത്യമായി മനസ്സിലാക്കാനും രാജീവിന്റെ കേസ് സഹായിക്കും. പോലീസിംഗ് ഇൻ ക്വസ്റ്റ്യന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിലെ തെന്മല ഉറുകുന്ന് ഇന്ദിരാനഗർ രജനി വിലാസത്തിൽ രാജീവ്. അമ്മയും ഭാര്യയും 3 മക്കളുമുള്ള കുടുംബത്തിന്റെ ഏക ആശ്രയം രാജീവ് ടാക്സി ഓടിച്ചു കിട്ടുന്ന വരുമാനമായിരുന്നു. 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എങ്കിലും പലരുടെയും സഹായത്തോടെ സാമൂഹിക ഇടപെടലുകൾ രാജീവ് നടത്തിയിരുന്നു. വിവരാവകാശ നിയമത്തിന്റെ സാധുതകൾ ഉപയോഗിച്ചായിരുന്നു രാജീവിന്റെ പോരാട്ടങ്ങളിൽ പലതും. തന്റെ അവകാശങ്ങൾ ചോദിച്ചു മേടിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമായിരുന്നില്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെ അധികാര കേന്ദ്രങ്ങൾക്ക് ചോദ്യം ചെയ്യുന്ന രാജീവിനോട് എന്നും നീരസവും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 2021 ഫെബ്രുവരി 3-ന് ഒരു പരാതി നൽകാനായി രാജീവ് തെന്മല പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. അമ്മയുടെ സഹോദരിയുടെ മകനായ ശിവാനന്ദൻ ഫോണിലൂടെ അസഭ്യം പറഞ്ഞതിനെതിരെ പരാതിപ്പെടാനായിരുന്നു രാജീവ് എത്തിയത്. കാര്യങ്ങൾ അതുവരെ എത്താനുണ്ടായ സാഹചര്യം കൂടി ഒന്ന് വിശദീകരിക്കാം. ഒരു ഷെഡിൽ കഴിഞ്ഞിരുന്ന അമ്മയുടെ സഹോദരിക്ക് ലൈഫ് മിഷൻ വഴി വീട് അനുവദിക്കപ്പെട്ടു. അതിന്റെ പണി നോക്കി നടത്തിയിരുന്നത് അവരുടെ മകനായ ശിവാനന്ദൻ. എന്നാൽ പണി പൂർത്തിയാകും മുൻപ് ശിവാനന്ദൻ ബില്ല് മാറിയെടുത്തത് രാജീവ് പറഞ്ഞു. ആ നിയമവിരുദ്ധ പ്രവൃത്തിക്കെതിരെ രാജീവ് ജില്ലാ കളക്ടർക്കുൾപ്പെടെ പരാതി നൽകി. അതായിരുന്നു ശിവാനന്ദനെ ചൊടിപ്പിച്ചതും ഫോണിലൂടെയുള്ള ചീത്തവിളിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചതും. രാത്രി 9:30-ഓടെയാണ് രാജീവ് തെന്മല സ്റ്റേഷനിലെത്തുന്നത്. അപ്പോൾ സ്റ്റേഷന് വെളിയിൽ കാഷ്വൽ ഡ്രസ്സിൽ നിൽക്കുകയായിരുന്നു അന്നത്തെ SHO ആയിരുന്ന CI വിശ്വംഭരൻ. രാജീവിനെ കണ്ടപാടെ എന്താടാ എന്ന ധാർഷ്ട്യത്തോടെയുള്ള ചോദ്യമുയർന്നു. കാര്യം പറഞ്ഞപ്പോൾ പരാതി വാങ്ങി 2 പേരെയും അടുത്ത ദിവസം വിളിപ്പിക്കാമെന്നായിരുന്നു CIയുടെ മറുപടിയോടൊപ്പം കയ്യിലിരുന്ന ചൂരല് കൊണ്ട് 2 അടി അടിച്ചതായും ആരോപിക്കുന്നുണ്ട് രാജീവ്. ഇക്കാര്യങ്ങൾ പരാതി എഴുതാൻ സഹായിച്ച ഒരു സുഹൃത്തിനെ വിളിച്ചറിയിച്ചപ്പോൾ പരാതി നൽകിയതിന്റെ രസീത് വാങ്ങിയ ശേഷം വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ ആ സുഹൃത്ത് രാജീവിനോട് പറഞ്ഞു. അതനുസരിച്ച് CIയോട് രാജീവ് രസീത് ചോദിക്കുകയും ചെയ്തു. രാജീവ് രസീത് ചോദിച്ചതോടെ CI വിശ്വംഭരന്റെ മട്ടുമാറി. നിനക്ക് രസീത് വേണോടാ എന്ന ചോദ്യത്തിനൊപ്പം രാജീവിനെ അസഭ്യം പറയാനും തുടങ്ങി അദ്ദേഹം. പരാതി തരാൻ വന്നതല്ലേ, എന്തിനാ സാറേ ചീത്ത വിളിക്കുന്നതെന്ന് രാജീവ് തിരിച്ചും ചോദിച്ചു. അപ്പോഴായിരുന്നു ചീത്ത വിളിക്കുന്നോടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് CI രാജീവിന്റെ ചെകിട്ട താഞ്ഞടിക്കുന്നത്. രസീത് വേണം സാറേ, ഞാൻ ഇനി പോകുമ്പോൾ എനിക്ക് എന്തോ പറ്റുന്നെന്ന് എനിക്ക് അറിയത്തില്ല. CIയുടെ പെരുമാറ്റത്തിൽ ആദ്യം തന്നെ പന്തികേട് അനുഭവപ്പെട്ടതുകൊണ്ട് രസീത് ചോദിക്കാൻ പോകും മുൻപ് ഫോണിലെ വീഡിയോ റെക്കോർഡിംഗ് ഓണാക്കി ഷർട്ടിന്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രാജീവ്. അതുകൂടി ശ്രദ്ധയിൽപ്പെട്ടതോടെ രാജീവിന്റെ ഫോൺ പിടിച്ചെടുക്കുകയും പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് വലിച്ചെടുത്തു കൊണ്ടുപോവുകയുമായിരുന്നു എന്നാണ് രാജീവ് പറയുന്നത്. പരാതി പറയാനെത്തിയ രാജീവിനെ രാത്രി 11:30 വരെ സ്റ്റേഷനുള്ളിൽ അന്യായമായി വിലങ്ങണിയിച്ചിരുത്തി. സാധാരണഗതിയിൽ 10 മണിക്ക് മുൻപ് വീട്ടിലെത്തുന്ന ആളായിരുന്നു രാജീവ്. അന്ന് വൈകിയും മകനെ കാണാതായതോടെ അമ്മ പലതവണ ഫോണിൽ വിളിച്ചു. പോലീസിന്റെ കയ്യിലിരുന്ന ഫോൺ അവർ അറ്റൻഡ് ചെയ്തതേയില്ല. അതിനിടെ പുറത്തു പോയിരിക്കുകയായിരുന്ന CI തിരിച്ചെത്തിയപ്പോഴാണ് ഫോൺ എടുക്കുന്നത്. അപ്പോഴേക്കും സമയം ഏകദേശം 11 മണി. മകൻ സ്റ്റേഷൻ ആക്രമിക്കാൻ വന്ന് അറസ്റ്റിലായി എന്നായിരുന്നു അമ്മയോട് പോലീസ് പറഞ്ഞത്. 2 ജാമ്യക്കാരുമായി എത്താനും അവർ ആവശ്യപ്പെട്ടു. അവർ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് രാജീവിന് ഫോൺ തിരികെ നൽകുന്നത്. കിട്ടിയ പാടെ അമ്മയുടെ കൈവശം രാജീവ് ഫോൺ ഏൽപ്പിച്ചു. CIയുടെ മർദ്ദനം ഫോണിൽ പകർത്തിയിട്ടുണ്ടെന്ന തിരിച്ചറിവുണ്ടായിരുന്നതിനാൽ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന SI DJ ശാലു അനുനയ ശ്രമങ്ങൾ ആരംഭിച്ചു. CIക്ക് അബദ്ധം പറ്റിയതാണെന്നും പരാതിയുമായി പോകരുതെന്നുമായിരുന്നു SI പറഞ്ഞത്. പക്ഷേ ഫോണിന്റെ ലോക്ക് പറഞ്ഞു കൊടുക്കാൻ അപ്പോഴും രാജീവ് തയ്യാറായില്ല. ഒടുവിൽ ഒരു വെള്ള പേപ്പറിൽ അമ്മയുടെ ഒപ്പ് ശേഖരിച്ച ശേഷമാണ് രാജീവിനെ വിട്ടയക്കുന്നത്. വീട്ടിലെത്തിയ രാജീവ് മകന് മുൻപിൽ പൊട്ടിക്കരഞ്ഞു.
സങ്കടം കണ്ടുനിന്ന മകനാണ് അച്ഛനെതിരെ നടന്ന നീതി നിഷേധത്തിന്റെ ദൃശ്യങ്ങൾ ഫേസ്ബുക്കിലിട്ടത്. ആ ദിവസം അങ്ങനെ കടന്നുപോയി. രാവിലെ പതിവ് പോലെ ടാക്സി ഓടിക്കാനായി രാജീവ് പോയപ്പോഴാണ് പല സുഹൃത്തുക്കളും വിളിച്ച് കാര്യം അന്വേഷിക്കുന്നത്. അപ്പോഴേക്കും രാജീവിനെ CI അടിക്കുന്ന ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ വൈറലായിട്ടുണ്ടായിരുന്നു. രാജീവിനെ തേടി പോലീസ് നടക്കുന്നുണ്ടെന്നും ഉടൻ തന്നെ എങ്ങോട്ടെങ്കിലും മാറണമെന്നും സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടു. അതോടെ രാജീവ് ടാക്സി ഒതുക്കി. തലേ ദിവസം കിട്ടിയ അടിയുടെ വേദന ഉണ്ടായിരുന്നതിനാൽ രാജീവ് നേരെ പോയത് പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്കാണ്. ബസ്സിൽ അങ്ങോട്ടേക്ക് പോകവേ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വാർഡ് മെമ്പറിന്റെയും വിളിയും വന്നു രാജീവിന്. അവരോട് താൻ ആശുപത്രിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞതായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് രാജീവ്. തുടർന്ന് ആശുപത്രിയിലെത്തിയ രാജീവ് OP ടിക്കറ്റ് എടുക്കാൻ വരി നിൽക്കുമ്പോഴാണ് പോലീസിന്റെ വരവ്. പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമാണ് താൻ ആശുപത്രിയിൽ ഉണ്ടെന്ന കാര്യം പോലീസിനെ വിളിച്ചറിയിച്ചതെന്നും രാജീവ് ആരോപിക്കുന്നുണ്ട്. അവിടെ നിന്ന് ആ ആശുപത്രി വരാന്തയിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട് പോലീസിന്റെ പ്രതികാര നടപടികൾ. താലൂക്ക് ആശുപത്രിയിലെത്തിയ SI ശാലുവും സംഘവും OP ടിക്കറ്റിനായി വരി നിന്നിരുന്ന രാജീവിനെ ബലം പ്രയോഗിച്ച് ജീപ്പിൽ കയറ്റി. കടുത്ത അസഭ്യവർഷമായിരുന്നു SI രാജീവിന് നേരെ നടത്തിയത്. അതും രാജീവ് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. രാജീവ് പറയുന്നതനുസരിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോകാതെ ജീപ്പ് നേരെ പോയത് കുളത്തൂപ്പുഴ റൂട്ടിലുള്ള RPL ചെക്ക് പോസ്റ്റിനടുത്തേക്കായിരുന്നു. പിടിച്ച് വലിച്ച് വണ്ടിക്കകത്തെടുത്തിട്ട് പിന്നെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയില്ല. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാതെ നേരെ കുളത്തൂപ്പുഴയ്ക്കുള്ള റൂട്ടിൽ കൊണ്ടുപോയി. തെന്മല ചെന്നിട്ട് അവിടുന്ന് ഡാം വഴി കുളത്തൂപ്പുഴയ്ക്കുള്ള റൂട്ടിൽ RPL ചെക്ക് പോസ്റ്റിന്റെ അവിടെ കൊണ്ടിട്ടു. ഇട്ടപ്പോൾ എന്നെ CIയുടെ വണ്ടി അവിടെ വന്നു. അവിടെ വന്നിട്ട് എന്നെ പിന്നെ ജീപ്പിനകത്തൊന്ന് പിടിച്ചിറക്കി കയ്യിലൊക്കെ കഴിഞ്ഞ് കിടക്കുമായിരുന്നു. പിന്നെ അങ്ങനെ അതുപോലെ കൊടുക്കാതെ എന്നെ ജീപ്പിനകത്തൊന്ന് പിടിച്ചിറക്കിയിട്ട് ബൊളോറോ വണ്ടിക്കകത്ത് കാറിനകത്ത് ബാക്കിലിട്ട് ലോക്ക് ചെയ്തിട്ട് ജീപ്പ് പറഞ്ഞു വിടുന്നിടത്ത് ഈ സാരു SIയും CI അദ്ദേഹവും ഒരു പോലീസുകാരനും കൂടിയാണ് എന്നെ അവിടുന്ന് പിന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞ് ഈ തെളിവൊക്കെ നീ എവിടെ കൊണ്ടുകൊടുത്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെ കളയടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഇടിക്കട്ടയൊക്കെ എടുത്ത് തന്നെ ഇടിക്കാനെ കൊണ്ട് ഞാനങ്ങ് ഭയന്നു പോയി, ഒരുപാട് ഭയന്നു പോയി. അവിടെ നിന്ന് രാജീവിനെ നേരെ കുളത്തൂപ്പുഴയുള്ള സ്വകാര്യ കമ്പ്യൂട്ടർ സെന്ററിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഫോണിലുണ്ടായിരുന്ന ഡാറ്റകളെല്ലാം ഡിലീറ്റ് ചെയ്ത ശേഷമാണ് തെന്മല സ്റ്റേഷനിൽ എത്തിക്കുന്നത്. മക്കളുടെ സ്റ്റഡി മെറ്റീരിയലുകളെല്ലാം ഉണ്ടായിരുന്ന ഫോൺ ഫോർമാറ്റ് ചെയ്യരുതെന്ന് രാജീവ് അപേക്ഷിച്ചെങ്കിലും പോലീസ് കേട്ടില്ല. സ്റ്റേഷനിൽ എത്തിച്ച ശേഷവും കലി തീരാതിരുന്ന പോലീസ് ആ പൊരിവെയിലിൽ രാജീവിനെ സ്റ്റേഷന് പുറത്തുള്ള ഹാൻഡ് റെയിലിൽ വിലങ്ങുപയോഗിച്ച് ബന്ധിച്ചു. രാജീവിന്റെ അമ്മയ്ക്കൊപ്പം സ്റ്റേഷനിലെത്തിയ സഹോദരി ആ ദൃശ്യങ്ങളെല്ലാം പകർത്തിയെങ്കിലും അവരെയും CI ആക്രമിച്ചുവെന്നും ഫോൺ പിടിച്ചെടുത്തുവെന്നും പറയുന്നുണ്ട് രാജീവ്. കൂടാതെ 2 വ്യാജ കേസുകളും രാജീവിനെതിരെ അന്ന് തന്നെ പോലീസ് ചുമത്തി. രാജീവ് നൽകിയ പരാതിയിൽ രാജീവിനെ തന്നെ പ്രതിയാക്കിയായിരുന്നു ഒരു കേസ്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതായിരുന്നു മറ്റൊന്ന്. അമ്മയുടെയും സഹോദരിയുടെയും ഫോണിലെ നമ്പറുകളടക്കം ഡിലീറ്റ് ചെയ്ത ശേഷമാണ് അവർക്കന്ന് ഫോൺ തിരികെ കൊടുത്തത്. അന്ന് രാത്രിയോടെ സ്റ്റേഷൻ ജാമ്യത്തിൽ പോലീസ് രാജീവിനെ വിട്ടയച്ചു. ഫെബ്രുവരി 5 രാവിലെ തന്നെ SI ശാലുവിന്റെ വിളി പിന്നെയും എത്തി. ജോലി പോകുന്ന കാര്യമാണെന്നും വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നുമുള്ള വാഗ്ദാനമായിരുന്നു രാജീവിന് ലഭിച്ചത്. പകരം എല്ലാം മറക്കണമെന്ന ആവശ്യവും. എന്നാൽ തന്നെ അനാവശ്യമായി ഉപദ്രവിച്ചവരെ നിയമവഴിയിൽ നേരിടുമെന്ന് രാജീവ് തറപ്പിച്ചു പറഞ്ഞു. രാജീവ് ആദ്യം പരാതി നൽകുന്നത് കൊല്ലം റൂറൽ SPക്കും മുഖ്യമന്ത്രിക്കുമാണ്. അതിൽ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തിയെങ്കിലും പോലീസിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നായിരുന്നു റിപ്പോർട്ട്. അതോടെ രാജീവ് വീണ്ടും പരാതി നൽകി. DGPക്കും ആഭ്യന്തര സെക്രട്ടറിക്കുമായിരുന്നു രണ്ടാമത്തെ ആ പരാതി പോയത്. അതിൽ അന്വേഷണം നടത്തിയത് DCRB DYSP ആയിരുന്നു. രാജീവിന്റെയും അമ്മയുടെയും ജ്യേഷ്ഠന്റെയും മൊഴിയെടുത്തു. പക്ഷേ അതിൽ പിന്നെ അന്വേഷണത്തിന്റെ വിവരമൊന്നും ഉണ്ടായില്ല. തുടരന്വേഷണത്തിന് റഫർ ചെയ്തിട്ടുണ്ട് എന്ന നോട്ടീസ് മാത്രമായിരുന്നു രാജീവിന് ആകെ ലഭിച്ച മറുപടി. IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള ഒത്തുകളിയായിരുന്നു ശരിക്കും അതിന് പിന്നിൽ നടന്നത്. ആ സമയങ്ങളിലെല്ലാം സമാന്തരമായി മനുഷ്യാവകാശ കമ്മീഷനും SC/ST കമ്മീഷനും ഉൾപ്പെടെ രാജീവ് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയായ ദിശ വിഷയത്തിൽ ഇടപെടുന്നത്. അതോടെ കാര്യങ്ങൾക്ക് വേഗം കൈവന്നു. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുക, കൈവിലങ്ങിട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തുക, 2 കള്ളക്കേസുകൾ അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്യുക, അശ്ലീല ചുവയുള്ള രീതിയിൽ അദ്ദേഹത്തെ തെറി വിളിക്കുക, ഇതെല്ലാം ആ ഉദ്യോഗസ്ഥർ ചെയ്തിട്ടും അവർക്കെതിരെ കൊല്ലം DYSP DCRBയുടെ റിപ്പോർട്ട് 20/5/2021 നൽകപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനെ തുടർന്നാണ് രാജീവേട്ടൻ ഞങ്ങളുടെ സംഘടനയായ ദിശയെ സമീപിക്കുന്നതും തുടർന്ന് ഞങ്ങൾ കേരള ഹൈക്കോടതിയിൽ ഒക്ടോബർ 4 റിട്ട് ഹർജി ഫയൽ ചെയ്യുന്നതും. ഹർജി പരിഗണിച്ച കോടതി
പോലീസ് നടപടിയെ വിശേഷിപ്പിച്ചത് കാടത്തമെന്നായിരുന്നു. അതോടെ ശരവേഗത്തിൽ നടപടിയുണ്ടായി. അപ്പോഴേക്കും ആലപ്പുഴയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയിരുന്ന CI വിശ്വംഭരനെ സസ്പെൻഡ് ചെയ്തു. SI ശാലു പ്രൊബേഷനിലായിരുന്നത് കൊണ്ട് തന്നെ വാണിംഗിലും സ്ഥലം മാറ്റത്തിലും മാത്രമായി നടപടി ഒതുങ്ങി. ഒപ്പം വകുപ്പ് തല അന്വേഷണത്തിനും ഉത്തരവ് വന്നു. രാജീവിനെതിരായ ആദ്യ കേസ് ഒഴിവാക്കാൻ നടപടി ഉണ്ടായെങ്കിലും രണ്ടാമത്തേത് ഇപ്പോഴും തുടരുകയാണ്. അതും ക്വാഷ് ചെയ്യുമെന്ന് സർക്കാർ കോടതി അന്ന് അറിയിച്ചിരുന്നതാണ്. എന്നാൽ പ്രൊബേഷനിലുള്ള SIയെ രക്ഷിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി രാജീവിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ തുടർ നടപടി ഉണ്ടായില്ല എന്നാണ് രാജീവ് പറയുന്നത്. അതുകൂടി റദ്ദാക്കാനുള്ള നിയമ പോരാട്ടത്തിലാണ് ഇപ്പോഴും രാജീവ്. DCRB DYSPയുടെ അന്വേഷണത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിന്റെ വിവരങ്ങളൊന്നും അറിയാതായതോടെയാണ് രാജീവ് വിവരാവകാശം നൽകാൻ തീരുമാനിക്കുന്നത്. അതിലാണ് പോലീസ് ഒത്തുകളിയുടെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്താകുന്നത്. DCRB DYSP 2021 മെയ് 25 തന്നെ അന്വേഷണ റിപ്പോർട്ട് SP-ക്ക് കൈമാറിയിട്ടുണ്ട് എന്ന വിവരമാണ് വിവരാവകാശത്തിലൂടെ രാജീവിന് ലഭിച്ചത്. CI വിശ്വംഭരനും SI ശാലുവും കടുത്ത കൃത്യവിലോപം നടത്തിയിരുന്നുവെന്നായിരുന്നു റിപ്പോർട്ടിലെ കണ്ടെത്തൽ. CIയുടെയും SIയുടെയും പ്രവൃത്തി മുഴുവൻ പോലീസ് സേനയ്ക്കും കളങ്കമാണെന്ന് അടിവരയിട്ട റിപ്പോർട്ടിൽ അവർക്കെതിരെ കർശന നടപടിക്കും ശുപാർശയുണ്ടായിരുന്നു. എന്നാൽ 2021 മെയ് 25 സമർപ്പിച്ച ആ റിപ്പോർട്ട് 4 മാസത്തോളം മേലുദ്യോഗസ്ഥർക്ക് കൈമാറാതെ കൊല്ലം റൂറൽ SP PK രവി പിടിച്ചുവെച്ചു. അതിനിടെ രാജീവിന്റെ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഹിയറിംഗ് നടത്തുകയും അന്നത്തെ കൊല്ലം റൂറൽ SP-യോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ DCRB DYSPയുടെ റിപ്പോർട്ട് കയ്യിലിരിക്കെ രാജീവ് പോലീസുകാരെ മർദ്ദിച്ചുവെന്ന തെറ്റായ റിപ്പോർട്ടായിരുന്നു മനുഷ്യാവകാശ കമ്മീഷന് SP നൽകിയത്. എന്നാൽ ഇത് കമ്മീഷൻ കൈയോടെ പിടികൂടുകയും SP-ക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. അതന്ന് വലിയ വാർത്തയാവുകയും ചെയ്ത കാര്യമാണ്. ഒരു ദളിത് വ്യക്തിയെ പോലീസ് സംവിധാനം എങ്ങനെ വേട്ടയാടി എന്നതിന്റെ നേർചിത്രമാണ് തെന്മല രാജീവ് സംഭവം. പരാതി നൽകാനെത്തിയ ആളെ അസഭ്യം പറയുക, മർദ്ദിക്കുക, അയാളത് പുറത്തു പറയാതിരിക്കാൻ കള്ളക്കേസുകൾ ചുമത്തുക. വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് പ്രാഥമിക അന്വേഷണത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതിന്റെ അന്വേഷണത്തിനായി എത്തിയത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. മൊഴിയെടുക്കാനായി വീട്ടിലെത്തിയ ആ ഉദ്യോഗസ്ഥൻ ഭീഷണി സ്വരത്തിലായിരുന്നു സംസാരിച്ചതെന്നാണ് രാജീവ് പറയുന്നത്. അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്ന മകനോട് എന്താടാ വീഡിയോ എടുക്കുകയായിരുന്നു എന്ന് ചോദിക്കുകയും ശേഷവും ഇടയ്ക്കിടെയും പോലീസ് വീട്ടിലെത്തി വിരട്ടൽ തുടർന്നുവെന്നും രാജീവ് പറയുന്നുണ്ട്. എന്നിട്ടും DCRB DYSP കാര്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തതോടെയാണ് SP റിപ്പോർട്ട് മുക്കുന്നത്. ഒപ്പം മനുഷ്യാവകാശ കമ്മീഷന് തെറ്റായ റിപ്പോർട്ടും നൽകി. പോലീസുകാർ തെറ്റ് ചെയ്തിട്ടും അതിന് തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ഒരു IPS ഉദ്യോഗസ്ഥൻ തന്നെ സഹപ്രവർത്തകരെ രക്ഷിക്കാൻ കൂട്ടുനിന്നു എന്നയിടത്ത് ഈ വേട്ടയാടലിന്റെ വ്യാപ്തി കൂടിയാണ് വ്യക്തമാകുന്നത്. മനുഷ്യാവകാശ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിൽ SP-ക്കെതിരെ അന്വേഷണം ഉണ്ടായെങ്കിലും നടപടി ഒന്നും ഉണ്ടായില്ല. അതിൽ DGP-ക്ക് സങ്കടഹർജി നൽകിയപ്പോൾ എല്ലാ പോലീസുകാർക്കുമെതിരെ നടപടിയെടുത്താൽ പൊതുജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുമെന്നായിരുന്നു രാജീവിന് ലഭിച്ച മറുപടി. അതിനിടെ കോടതി ഉത്തരവിൽ CI വിശ്വംഭരനെതിരെ വകുപ്പ് തല അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ചുമതല ഉണ്ടായിരുന്നത് അന്നത്തെ ശാസ്താംകോട്ട DYSP-ക്കായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ രാജീവിന്റെ സഹോദരിയുടെ മൊഴിയെടുത്തതിലും അനീതി ഉണ്ടായിരുന്നതായി രാജീവ് ആരോപിച്ചിരുന്നു. കുറ്റാരോപിതനായ CIയുടെ മുന്നിലിരുത്തി സഹോദരിയുടെ മൊഴിയെടുക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു രാജീവ് ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിന് നിയമസാധുത ഉണ്ട് എന്നായിരുന്നു അന്നത്തെ ശാസ്താംകോട്ട DYSP-യുടെ പ്രതികരണം. സാങ്കേതികമായി ശരിയായിരിക്കാം, പക്ഷേ ഒരു CIക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിൽ അയാളെ തന്നെ മുന്നിലിരുത്തി മൊഴിയെടുക്കുമ്പോൾ, അതും സ്റ്റേഷനിൽ വെച്ച്, ആ മൊഴിയെടുപ്പ് എത്രമാത്രം സതുദ്ദേശപരമാണെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അന്വേഷണം നടത്തുകയും ഈ സംഭവത്തിൽ SI ശാലു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. SIക്കെതിരെ നടപടി വേണമെന്ന ഉത്തരവും കമ്മീഷൻ പുറപ്പെടുവിച്ചു. എന്നാൽ സ്ഥലം മാറ്റത്തിലും ഇൻക്രിമെന്റ് തടഞ്ഞും മാത്രം പ്രൊബേഷനിലുണ്ടായിരുന്ന SI DJ ശാലുവിനെ പോലീസ് രക്ഷിച്ചെടുക്കുകയായിരുന്നു. 2025 ഏപ്രിൽ 30 SC/ST കോടതിയിൽ നിന്നാണ് ആ വിധി ഉണ്ടായത്. CI വിശ്വംഭരനും SI ശാലുവിനുമെതിരെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം കേസെടുക്കാമെന്നായിരുന്നു കൊട്ടാരക്കര SC/ST കോടതിയുടെ വിധി. അതിൽ ഇനി എന്ത് നടപടി ഉണ്ടാകുമെന്നതാണ് നോക്കിക്കാണേണ്ടത്. അപ്പോഴും ഒരു ദളിത് വ്യക്തി അനുഭവിച്ച യാതനകൾ അവശേഷിക്കുകയാണ്. പോലീസിന്റെ കള്ളക്കേസുകളും അതുണ്ടാക്കിയ മാനസിക ബുദ്ധിമുട്ടുകളും ഉത്തരം കിട്ടാതെ തുടരുകയാണ്. കേസായതോടുകൂടി 2 വർഷത്തോളം ജോലിയില്ലാതെ ജീവിക്കേണ്ടി വന്നതായി പറയുന്നുണ്ട് രാജീവ്. പോലീസിനെതിരെ കേസ് നടത്തുന്നതിനാൽ ആരും ജോലി നൽകാൻ തയ്യാറായില്ല. ആരെങ്കിലും തയ്യാറായാൽ പോലും പോലീസ് അവർക്കെതിരെ ഭീഷണി മുഴക്കിയിരുന്നുവെന്നും രാജീവ് ആരോപിക്കുന്നു. കോവിഡ് പടർന്നു പിടിച്ച കാലമായിരുന്നതിനാൽ രാജീവിന്റെ ഫോണിലൂടെയായിരുന്നു ആ സമയങ്ങളിൽ കുട്ടികൾ പഠിച്ചിരുന്നത്. മൂത്ത മകൻ CBSEയിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായിരുന്നു അത്. ആ ഫോണിലൂടെയായിരുന്നു ക്ലാസ്സുകൾ അത്രയും അറ്റൻഡ് ചെയ്തിരുന്നത്.
അത് പോലീസ് പിടിച്ചു വെച്ചതോടെ പഠനത്തെയും ബാധിച്ചിരുന്നതായി രാജീവ് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും രാജീവിൻ്റെയും കുടുംബത്തിൻ്റെയും വ്യക്തിജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും പോലീസിംഗ് റദ്ദാക്കിയെന്ന് വേണം പറയാൻ. ഒരാളെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ സാധിക്കുമോ അതെല്ലാം രാജീവിൻ്റെ കാര്യത്തിൽ പോലീസ് പയറ്റിയിട്ടുണ്ട്. എന്നാൽ പോരാട്ടം രാജീവ് അവസാനിപ്പിച്ചിട്ടില്ല. അതിനിയും തുടരുമെന്ന നിലപാടിൽ തന്നെയാണ് രാജീവ്. അയാൾക്ക് നിയമം രക്ഷയ്ക്കെത്തുമെന്ന ധൈര്യമുണ്ട്. ആ പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് രാജീവിൻ്റെ തുടർ പോരാട്ടങ്ങൾ.